വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം അല്പസമയത്തിനകം ആനക്കാംപൊയിലിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിന് ബദലായ തുരങ്കം യാത്രാ ദുരിതത്തിന് അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്. ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയ്ക്ക് 2134 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടന വേദിയിലേക്ക് പ്രമുഖരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ, മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിലെത്തുന്നതോടുകൂടി ഉദ്ഘാടന ചടങ്ങിന് അവിടെ തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിക്ക് സമീപത്ത് നിന്ന് ഷബീർ അമറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷബീർ, ഇനി മുഖ്യമന്ത്രി എത്തിയാൽ ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കില്ലേ? തീർച്ചയായും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാമ്പൊയിലിന്റെ ഈ നിർമ്മാണോദ്ഘാടന പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തുമ്പോൾ സ്വാഗത പ്രസംഗം നടക്കുകയാണ്. സ്ഥലം MLA ലിൻഡോ ജോസഫാണ് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി നേരത്തെ ബിജു തന്നെ സൂചിപ്പിച്ചത് മന്ത്രിമാരായ KN ബാലഗോപാൽ, മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ OR കേളു, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ ഇതിനോടകം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ടി സിദ്ദീഖ് MLA, PT റഹീം MLA അടക്കമുള്ളവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി എത്തിയാലുടൻ ഔദ്യോഗികമായി തന്നെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടത്തിന് സാക്ഷിയാക്കിയാണ് ഈ നിർമ്മാണ പ്രവർത്തി ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പരിപാടിയാണ് എന്ന് ഈ ആൾക്കൂട്ടം കണ്ടാൽ, ഈ ജനക്കൂട്ടം കണ്ടാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം വർഷങ്ങളായി മലയോര ജനത ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നേരത്തെ തന്നെ പല വഴിക്ക് ആവശ്യമുയർന്ന പാതയാണ് വയനാട്ടിലേക്കുള്ള ഈ തുരങ്കപാത, ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. അതായത് ഗതാഗതം സുഗമമാക്കും എന്നത് കൂടാതെ ഇപ്പോൾ നമുക്കറിയാം താമരശ്ശേരി ചുരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ, താമരശ്ശേരി ചുരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വയനാട്ടിലേക്കുള്ള ഗതാഗതം തന്നെ സ്തംഭിക്കുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ബദലായി ഒരു തുരങ്കപാത എന്നതിനപ്പുറത്തേക്ക് വലിയ വികസന കുതിപ്പിലേക്ക് ഈ പാത സഹായിക്കുമെന്നാണ് ഈ ജനത, മലയോര ജനത, തന്നെ സംസ്ഥാന സർക്കാർ അടക്കം കണക്ക് കൂട്ടുന്നത്. ആ നിലയ്ക്ക് സ്വപ്ന പദ്ധതി എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ പ്രാധാന്യം ഈ തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് ലഭിക്കുന്നു. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണം ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് തുടങ്ങി വയനാട് ജില്ലയിലെ കള്ളാടി മേപ്പാടിയിലേക്ക് ഏതാണ്ട് 8.71 കിലോമീറ്റർ ദൂരത്തിലാണ് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഈ തുരങ്കപാത വരിക. അതിൽ തന്നെ 8.11 കിലോമീറ്ററും ഇരട്ട തുരങ്കപാതയാണ്. അതായത് ഒരു തുരങ്കമല്ല, 2 തുരങ്കങ്ങളാണ് നിർമ്മിക്കുന്നത്. ഒരു തുരങ്കത്തിന്റെ 2 വരിപ്പാത എന്നത് കണക്കാക്കി 4 വരിപ്പാതയാണ് തുരങ്കപാതയായി കടന്നു പോകുന്നത്. വലിയ തരത്തിൽ ഗതാഗതം സുഗമമാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും എളുപ്പത്തിൽ വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഒപ്പം തന്നെ തുരങ്കപാതയല്ല എന്നുള്ളതും ഇത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നിർമ്മാണം പൂർത്തിയാകുന്നവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരുപക്ഷേ ഷബീർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ താമരശ്ശേരി ചുരത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഗതാഗത തടസ്സം, യാത്രക്കാർ നേരിടേണ്ടി വന്ന ആ ദുരിതം, അതൊരിക്കൽ കൂടി ഈ തുരങ്കപാതയുടെ ആ ഒരു പ്രസക്തി, പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണല്ലേ? തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് താമരശ്ശേരി ചുരമാണ് പ്രധാനമായും വയനാട്ടിലേക്കുള്ള പാതയായി നിലവിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കുറ്റ്യാടി ചുരമുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള ചുരമുണ്ട്, ഒപ്പം തന്നെ നാടുകാണി ചുരം വഴിക്കും പോകാം. പക്ഷേ പ്രധാനമായും താമരശ്ശേരി ചുരത്തെയാണ് ആശ്രയിക്കുന്നത്. മറ്റുള്ളതും ചുരം പാതയാണ് എന്നുള്ളതും എടുത്തു കാണേണ്ട സംഗതിയാണ്. കാരണം ഈ ചുരംപാതയിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള അപകട ഭീഷണികളുണ്ട്. ഏത് നിമിഷവും ഗതാഗതം തടസ്സമാകാവുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അത്യാവശ്യ യാത്രക്കാരടക്കം വഴിയിൽ തുടങ്ങുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ തുരങ്കപാതയുടെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കുള്ള ആവശ്യം വർഷങ്ങളായി ഉയരുന്നത്. അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ടുള്ള ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമുണ്ട്. വലിയൊരു വിളംബര ജാഥ കൂടി നടന്നിരുന്നു. അതിൽ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങളുടെ മുൻപത്തിന് ആവശ്യമായിട്ട് കൂടിയാണ് ഈ തുരങ്കപാതയെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മന്ത്രിമാരായ KN ബാലഗോപാൽ, മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു, ടി സിദ്ദീഖ്, PT റഹീം MLA അടക്കമുള്ളവർ ഇതിനോടകം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബിഷപ്പ് മാർ റെമിജി സോജിനെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്
അടക്കമുള്ളവരും വേദിക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തും. തുടർന്ന് ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കും. നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി MP ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. അപ്പോൾ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട വിശിഷ്ടാതിഥികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം നേരത്തെ മുഖ്യമന്ത്രി 4 മണിയോട് കൂടി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും. തുടർന്ന് വേഗത്തിൽ തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞു വന്നത്, അതായത് താമരശ്ശേരി ചുരം ഒപ്പം തന്നെ വയനാട്ടിലേക്കുള്ള മറ്റ് പാതകൾക്കെല്ലാം തന്നെ ബദലായി ഈ പാത ഗുണം ചെയ്യും, അല്ലെങ്കിൽ തുരങ്കപാത വലിയ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് സ്വന്തം പദ്ധതിയിൽ കളിക്കുന്ന ആനച്ചാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. നേരത്തെ പറഞ്ഞിരുന്നു, അതായത് 8 കിലോമീറ്ററിലധികം ദൂരത്തിൽ ഈ തുരങ്കപാത വരുന്നത്. ഇന്ത്യയിൽ തന്നെ നീളം കൂടിയ തുരങ്കപാതകളിലൊന്നായി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ തുരങ്കപാത മാറും എന്ന് കൂടിയാണ് കണക്കാക്കുന്നത്. ഷബീർ, 2134 കോടിയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത് പൂർണ്ണമായും കിഫ്ബി വഴിയല്ലേ കണ്ടെത്താൻ പോകുന്നത്? ഈ രണ്ട് കേസും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നു. നേരത്തെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിരുന്നു. ഏകദേശം അല്ലെങ്കിൽ പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം വിശദമായ പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. പാരിസ്ഥിതിക ആഘാത പഠനം നടന്നു. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പഠനത്തിന് ശേഷം വിവിധ വകുപ്പുകളുടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അടക്കം അനുമതി കൂടിയാണ് ഏറ്റവും ഒടുവിൽ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നിർമ്മാണത്തിൽ ഏതാണ്ട് 2400 കോടിയോളം രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത്. കിഫ്ബിയിൽ നിന്നാണ് അത് പദ്ധതിയിലേക്കുള്ള വിഹിതം കണക്കാക്കുന്നത്. ആ നിലയ്ക്കാണ് നിർമ്മാണം തുടങ്ങുന്നത്. അതിൽ തന്നെ വനഭൂമി വരുന്നുണ്ട്. ഏതാണ്ട് കൂടുതൽ ഭാഗവും വനഭൂമിയാണ് ഈ പാത കടന്നു പോകുന്നത്. സ്വകാര്യ ഭൂമി കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണക്കാക്കിയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ അപ്രോച്ച് റോഡ്, തുരങ്കം നിർമ്മിക്കുന്നത് കൂടാതെ അപ്രോച്ച് റോഡിന് ഏതാണ്ട് 200 കോടിയോളം രൂപ ചെലവ് കണക്കാക്കുന്നത്. മറ്റ് തുക പൂർണ്ണമായും തുരങ്കപാത നിർമ്മാണത്തിനാണ്. ഈ തുരങ്കപാത എന്ന് പറയുമ്പോൾ ഇരട്ട തുരങ്കത്തിൽ വിവിധ സൗകര്യങ്ങളുണ്ട്, അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ രക്ഷാപ്രവർത്തനത്തിനടക്കം കഴിയുന്ന നിലയ്ക്കുള്ള അത്യാധുനിക സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചാണ് ഈ തുരങ്കം നിർമ്മിക്കുക. ഒപ്പം തന്നെ ഇതൊക്കെ 300 മീറ്റർ വളവുകൾ അടക്കം ഉൾപ്പെടുന്നതാണ് ഈ തുരങ്കം. 300 മീറ്റർ ദൂരത്തിൽ ഈ 2 തുരങ്കങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിലയ്ക്ക് ഒരു സബ് പാസേജ് കൊടുക്കും. ആ നിലയ്ക്ക് വലിയ അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വലിയ സ്വപ്ന പദ്ധതിയായിട്ട് തന്നെയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. നിർമ്മാണം തുടങ്ങുമ്പോഴും യാഥാർത്ഥ്യമാകുമ്പോഴും ഒരു ജനതയുടെ പൂർണ്ണമായ സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. വയനാടിന്റെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള തുരങ്കപാത ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ അവിടെ വേദി സജ്ജമായി കഴിഞ്ഞിട്ടുള്ളത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം വേദിയിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കായി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. ഒപ്പം വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2134 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി വനഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 90% സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രവൃത്തി ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.